വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ടോപ്പിക്കിലെ MCQs സെഷനാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതിൻ്റെ കാര്യം നോക്കണ്ട. അല്ലാതെയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ തെറ്റിപ്പോകണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഫോർ സ്ക്രൈബിംഗ് ലാർജ് സർക്കിൾ? ഓപ്ഷൻ എ സ്നിപ്സ്, ഓപ്ഷൻ ബി ട്രാമൽ, ഓപ്ഷൻ സി സ്റ്റീൽ റൂള്, ഓപ്ഷൻ ഡി ബോൾ പിൻ ഹാമർ. അപ്പം നിങ്ങൾ ആൻസർ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇതിൽ സ്നിപ്സ് എന്ന് പറയുന്നത് സർക്കിൾസ് വരയ്ക്കാനല്ല, സ്റ്റീൽ റൂള് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്, പിന്നെ ഉള്ളത് ബോൾ പിൻ ഹാമറും ട്രാമലും ആണ്. ആൻസർ എന്ന് പറയുന്നത് ട്രാമലാണ്. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ഹാൻഡ് ഗ്രൂവർ? ഹാൻഡ് ഗ്രൂവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കാസ്റ്റ് അയൺ, ഓപ്ഷൻ ബി ഹൈ സ്പീഡ് സ്റ്റീല്, ഓപ്ഷൻ സി കാസ്റ്റ് സ്റ്റീൽ, ഓപ്ഷൻ ഡി ഹൈ കാർബൺ സ്റ്റീൽ. എല്ലാവരും ആൻസർ ചെയ്തെന്ന് കരുതുന്നു. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാസ്റ്റ് സ്റ്റീലാണ്. തെറ്റുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ തെറ്റിയാലും നമുക്ക് ഫൈനൽ എക്സാമിന് തെറ്റായിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിവൈസ് ഷോൺ? ഇപ്പോൾ ഈ കാണുന്ന ഫിഗർ നമ്മൾ ഇതേപോലെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അത് ടെംപ്ലേറ്റ് ആണോ? സ്ട്രൈറ്റ് എഡ്ജ്, ഹാച്ചഡ് സ്റ്റേക്ക്, സ്റ്റേക്ക് അല്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ സ്നിപ്സ് ആണോ? സ്ട്രൈറ്റ് സ്നിപ്സ് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് എഡ്ജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രൈറ്റ് ലൈൻസ് ഓൺ എ ഷീറ്റ് മെറ്റൽ സർഫസ്? ഒരു ഷീറ്റ് മെറ്റൽ സർഫസിൽ സ്ട്രൈറ്റ് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ ട്രാമൽ, ഓപ്ഷൻ ബി ട്രൈ സ്ക്വയർ, ഓപ്ഷൻ സി സ്ട്രൈറ്റ് എഡ്ജ്, ഓപ്ഷൻ ഡി ജെനി കാലിപ്പർ. അപ്പോൾ നിങ്ങൾ ആൻസറിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ട്രാമൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ലാർജ് സർക്കിൾ സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജെനി കാലിപ്പർ എന്ന് പറയുന്ന ഒരു റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ടാണ്, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് എഡ്ജും ട്രൈ സ്ക്വയറും ആയിരിക്കും. ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത് ഫ്ലാറ്റ്നെസ്സും സ്ക്വയർനെസ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് 90 ഡിഗ്രിയിൽ വർക്ക് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് എഡ്ജ് ആണ്. ഓക്കെ, വിച്ച് ഷിയർ ഈസ് യൂസ്ഡ് ടു ട്രിം ദ എഡ്ജസ് ഓഫ് ദ പൈപ്സ്? നമ്മുടെ ഏരിയയിലുള്ളതല്ല എങ്കിലും ഓപ്ഷൻ എ പൈപ്പ് ഷിയേഴ്സ്, ബ്ലോക്ക് ഷിയേഴ്സ്, ബെഞ്ച് ഷിയേഴ്സ്, സ്കോച്ച് ഷിയേഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പൈപ്പ് ഷിയേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്? ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ തവണ PC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓപ്ഷൻ എ 1 kg ബോൾ പിൻ ഹാമർ ആണോ, 2 kg ബോൾ പിൻ ഹാമർ ആണോ, 250 grams ബോൾ പിൻ ഹാമർ, 500 grams ബോൾ പിൻ ഹാമർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 250 grams ബോൾ പിൻ ഹാമർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ യൂസ്ഡ് ടു ജോയിൻ ദ ഷീറ്റ് മെറ്റൽ? ഇപ്പോൾ ഷീറ്റ് മെറ്റലിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിലെ ടൂൾ ഏതാണെന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ വിങ് കോമ്പസ്, ഓപ്ഷൻ ബി സോൾഡറിങ് അയൺ, ഓപ്ഷൻ സി ടിൻ മാൻ സ്ക്വയർ, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോൾഡറിങ് അയൺ ആണ്. വിങ് കോമ്പസ് എന്തിനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടിൻ മാൻ സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ അതിന് പറയുന്ന പേരാണ്. പിന്നെ സ്റ്റാൻഡേർഡ് വയർ ഗേജ് തിക്നെസ് അല്ലെങ്കിൽ വയറിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്റ്റേക്ക് ഓഫ് കോപ്പർ സ്മിത്ത്? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ കോപ്പർ, ബി HSS, സി ഹൈ കാർബൺ സ്റ്റീൽ, ഡി മീഡിയം കാർബൺ സ്റ്റീൽ. അപ്പോൾ ഈ കോപ്പർ സ്മിത്ത് എന്ന് കേൾക്കുമ്പോൾ മിക്കവരും ഓപ്ഷൻ എയിലുള്ള കോപ്പർ കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി മീഡിയം കാർബൺ സ്റ്റീലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫിഗർ സഹിതം സ്നിപ്സിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? ഇപ്പോൾ ഇവിടെ ഒരു പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പിവറ്റ്, 2 ബ്ലേഡ്, 3 സ്റ്റോപ്പർ, ഹാൻഡിൽ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരാനായിട്ട് ഹാൻഡിലും സ്റ്റോപ്പർ മാത്രം കാണത്തുള്ളൂ. പിവറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ബ്ലേഡ് എന്ന് പറയുന്നത് ഈ പോർഷനാണ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റോപ്പറാണ്. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് സ്റ്റേക്ക്?
സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഓപ്ഷൻ എ ടൂൾ സ്റ്റീൽ, ബി ഹൈ സ്പീഡ് സ്റ്റീൽ, സി ഹൈ കാർബൺ സ്റ്റീൽ, ഫോർജ്ഡ് മൈൽഡ് സ്റ്റീൽ ഓർ കാസ്റ്റ് സ്റ്റീൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫോർജ്ഡ് മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് സ്റ്റേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് ഫോർ ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്? ഇത് ഒരു സ്റ്റേക്കിൻ്റെ അതേ ഡെഫിനിഷനിൽ വരുന്ന ടേണിംഗ് അപ്പ് ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്. ഓപ്ഷൻ എ പൈപ്പ് സ്റ്റേക്ക്, ഓപ്ഷൻ ബി ഫണൽ സ്റ്റേക്ക്, ഓപ്ഷൻ സി ഹാച്ചറ്റ് സ്റ്റേക്ക്, ഓപ്ഷൻ ഡി ഹാഫ് മൂൺ സ്റ്റേക്ക്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹാഫ് മൂൺ സ്റ്റേക്ക് ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്നിപ്സ്? ഓപ്ഷൻ എ ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 18 SWG, to cut sheet metal up to 20 SWG, to cut sheet metal up to 10 SWG, to cut sheet metal up to 24 SWG. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ 2 വാല്യൂ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1.2 mm വരെ ഉള്ളത് നമുക്ക് സ്നിപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ പുതിയ ടെക്സ്റ്റിൽ SWGയിലാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 20 SWG എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മാലറ്റ്സ് ആർ സ്പെസിഫൈഡ്? മാലറ്റ്സ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ബൈ ദ ഷേപ്പ് ഓഫ് ദ ഫേസ്. ഷേപ്പ് ഓഫ് ദ ഫേസ്, അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണോ മാലറ്റിൻ്റെ? ഓക്കെ, ഷേപ്പ് വെച്ചിട്ടാണോ? ബൈ ദ ഡയമീറ്റർ ആൻഡ് വെയ്റ്റ്. ഡയമീറ്റർ വെച്ചിട്ടാണോ? അതിൻ്റെ വെയ്റ്റ് വെച്ചിട്ടാണോ? ഓക്കെ, വെയ്റ്റ് വെച്ചിട്ടാണോ? ഓപ്ഷൻ സി ബൈ ദ ഷേപ്പ് ഓഫ് ദ ഫേസ് ആൻഡ് വെയ്റ്റ്. ഷേപ്പ് ഓഫ് ദ ഫേസ് ആൻഡ് വെയ്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ബൈ ദ ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ തെറ്റാൻ പോണ കാര്യം എന്ന് പറയുന്നത്, ഈ വെയ്റ്റ് കാണുമ്പോൾ ആ ഓപ്ഷനിൽ നിങ്ങൾ തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. മാലറ്റ്സ് ഹാമറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബൈ ദ ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ് ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, ഇതെന്ന് പറയുന്നത് സോൾഡറിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളതാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞേക്കാം. വിച്ച് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ജോയിൻറ്റ് ഷോൺ ഇൻ ഫിഗർ? ഇത് ഡബിൾ സീം ആണോ, സിക്സാഗ് സ്റ്റേക്ക് ജോയിൻ്റ് ആണോ, പ്ലെയിൻ ഡോട്ടേൽ സീം ആണോ, സ്ട്രൈറ്റ് സ്റ്റേക്ക് ജോയിൻ്റ് ആണോ? ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റേക്ക് ജോയിൻ്റ് എന്നും പറഞ്ഞ് സ്റ്റേക്ക് ജോയിൻ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, PDF വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റേക്ക് ജോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഒരു പീസിൽ സ്ലിറ്റും കാണും, മറ്റേ പീസിൽ ഇതുപോലെ ലോക്ക് ചെയ്യാനായിട്ടുള്ള കോളേഴ്സും കാണും. ഓക്കെ, പിൻസ് പോലത്തെ ഒരു ജോയിൻ്റ് ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ജോയിൻ്റ് ചെയ്യുന്നതിനെങ്കിൽ അതിന് സിക്സാഗ് ജോയിൻ്റ് എന്നും, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. 2 പീസ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഇതിങ്ങനെയല്ലേ പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിന് സിക്സാഗ് ജോയിൻ്റ് എന്നാണ് പറയുന്നത്, സിക്സാഗ് സ്റ്റേക്ക് ജോയിൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ മാർക്ക്ഡ് എക്സ്? ഇപ്പം ഇതിൻ്റെ ഓപ്ഷൻ എ സെറ്റിംഗ് ഹാമർ, ബി ബുള്ളറ്റ് ഹാമർ, സി ഹോളോയിങ് ഹാമർ, ഡി സ്ട്രെച്ചിങ് ഹാമർ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ബുള്ളറ്റും ഹോളോയിങ്ങും ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഹോളോയിങ് ഹാമറാണ്. ഓക്കെ, ഒരു ഹോളോയിങ് പാനൽ ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലക്സ് ഫോർ ബ്രേസിംഗ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്? അപ്പോൾ ബ്രേസിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബൊറാക്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ബൊറാക്സ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ ഷോൺ? ഇപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബെഞ്ച് പ്ലേറ്റ് ആണ്, യൂണിവേഴ്സൽ ബെഞ്ച് പ്ലേറ്റ് ഉണ്ട്, ടിൻമാൻസ് ആൻവിൽ ഉണ്ട്, ഓപ്ഷൻ ഡി റിവോൾവിംഗ് ബെഞ്ച് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് റിവോൾവിംഗ് ആണ്, ഇതിങ്ങനെ കറങ്ങാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സീം ഈസ് ആൻ ഈസി ആൻഡ് കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് ജോയിനിങ് ഫ്ലാഞ്ചസ് ടു കോളേഴ്സ്?
ഇപ്പോൾ നമ്മൾ കോളേഴ്സിൽ ഫ്ലാഞ്ചസ് കൺവീനിയൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്ഷൻ എ ബട്ട് സീമാണോ, ഡബിൾ സീമാണോ, ഗ്രൂഡ് സീമാണോ, ഡോട്ട് എൽ സീമാണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡോട്ട് എൽ സീമാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ മാർക്ക് എക്സ്? ഈ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ടൂൾ ഏതാണ്? അത് റിവറ്റിൻ്റെ വേർഷനിലുള്ളതാണ്. ജസ്റ്റ് ആൻസർ പറഞ്ഞേക്കാം. അതിൻ്റെ പേര് കോക്കിംഗ് ടൂൾ എന്നാണ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് പ്രോസസ് യൂസ് ടു മേക്ക് ദ എഡ്ജസ് ഓഫ് ദ ഷീറ്റ് സ്ട്രോങ് ആൻഡ് റിജിഡ്? ഓപ്ഷൻ എ ബ്രേസിംഗ്, ബി സോൾഡറിങ്, എംബോസിങ്, എഡ്ജ് സ്റ്റിഫനിങ്. അപ്പോൾ ആ എഡ്ജ് സ്റ്റിഫൻ ആക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, റിജിഡ് സ്ട്രോങ് ആൻഡ് റിജിഡ് ആക്കുന്ന പ്രോസസ്സ്. അതിൻ്റെ പേര് എഡ്ജ് സ്റ്റിഫനിങ് എന്നാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സോൾഡേർഡ് ജോയിൻറ്റ് ഷോൺ ഇൻ ഫിഗർ? അത് ഓപ്ഷൻ എ കോർണർ സീപ്പ് നോക്ക്ഡ് അപ്പ് ജോയിൻ്റ് ആണോ, പാൻ ഡൗൺ ജോയിൻ്റ് ആണോ, ഗ്രൂഡ് ഓർ ലോക്ക്ഡ് സീമാണോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഗ്രൂഡ് ഓർ ലോക്ക്ഡ് സീമാണ്. ഓക്കെ. നെക്സ്റ്റ്, നെയിം ദ പാർട്ട് ഓഫ് ലിവർ ഷിയർ മാർക്ക്ഡ് ആസ് എക്സ്. ഇപ്പോൾ നമ്മൾ ലിവർ ഷിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോവർ ബ്ലേഡ് ആണ്. ഓക്കെ. ഇത് സേഫ്റ്റി എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കണ്ടപ്പോൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. സേഫ്റ്റി ഒന്നും നമുക്ക് സിലബസിലില്ല. വാട്ട് ഈസ് ദ നെയിം ഓഫ് വാർണിംഗ് സൈൻ? ആ വാർണിംഗ് സൈൻ ഏതാണെന്നുള്ളത് അത് ഇലക്ട്രിക് ഷോക്ക് അല്ല, റിസ്ക് ഓഫ് ഫയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഷീറ്റ് മെറ്റൽ ഈസ് ഹൈലി റെസിസ്റ്റൻറ്റ് ടു കൊറോഷൻ ആൻഡ് അബ്രേഷൻ? അപ്പോൾ ഷീറ്റ് മെറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മെറ്റീരിയൽ, അവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞായിരുന്നു, അതിൻ്റെ യൂസും. ഓക്കെ. ഓപ്ഷൻ എ കോപ്പർ ആണോ, ബ്ലാക്ക് അയൺ ആണോ, അലൂമിനിയം ആണോ, ഗാൽവനൈസ്ഡ് അയൺ ആണോ? കൊറോഷനും അബ്രേഷനും ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് അലൂമിനിയം ആണ്. ഓപ്ഷൻ സി അലൂമിനിയം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്രൂവർ? ഇതിൻ്റെ ആൻസർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ക്ലോസിങ് ആൻഡ് ലോക്കിംഗ് ഓഫ് സീം. അപ്പോൾ ഒരു ഗ്രൂവർ നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആ ഗ്രൂഡ് ജോയിൻറ്റിൻ്റെ അതിനെ ക്ലോസ് ചെയ്യാനും ലോക്ക് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഗ്രൂവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ആ ഷിയറിംഗ് മെഷീൻ്റെ ഫിഗർ തന്നെ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ് ഇൻ ദ ഹാൻഡ് ഷിയറിംഗ് മെഷീൻ? ഇപ്പോൾ അതിൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ലിവർ ആം, ലോവർ ബ്ലേഡ്, അപ്പർ ബ്ലേഡ്. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ അപ്പർ ബ്ലേഡ് ആണ്. ഓക്കെ. ഓപ്ഷൻ ഡി അപ്പർ ബ്ലേഡ്. പിന്നെ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഓരോന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് ലോവർ ബ്ലേഡ് ആണ്, ഇത് ക്ലാമ്പാണ്, ഇത് ലിവർ ആം ആണ്. ഓക്കെ. നെക്സ്റ്റ്, നെയിം ദ ടൂൾ യൂസ് ടു ചെക്ക് ദ സ്ക്വയർനെസ് ഓഫ് എ ഷീറ്റ്. ഒരു ഷീറ്റിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണോ, സ്റ്റീൽ റൂൾ ആണോ, റേഡിയസ് ഗേജ് ആണോ, ട്രൈ സ്ക്വയർ ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൈ സ്ക്വയർ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ മാക്സിമം കട്ടിംഗ് കപ്പാസിറ്റി ഓഫ് സ്നിപ്പ്? ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, മാക്സിമം കട്ടിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.2 mm തിക്നെസ്, 2 mm തിക്നെസ്, 2.5 mm തിക്നെസ്, 3 mm തിക്നെസ്. ഷോർട്ട് ടൈം മെമ്മറി ഉള്ളവർക്ക് ആൻസർ ഇപ്പോൾ എത്തിക്കാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.2 mm തിക്നെസ് ആണ്. വിച്ച് സ്റ്റേക്ക് ഈസ് യൂസ്ഡ് ഫോർ ടേണിങ് എ ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക്? അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അത് ഹാഫ് മൂൺ സ്റ്റേക്ക് ആണ്. വൈ ബർ ഫോം ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ഷീറ്റ് മെറ്റൽ വൈൽ ഷിയറിങ്? ഇപ്പോൾ നമ്മൾ ഷിയർ ചെയ്യുന്ന സമയത്ത് ഷീറ്റ് മെറ്റലിൻ്റെ അണ്ടർ സൈഡിൽ ബർസ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ ഷിയറിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അവിടെ എക്സസീവ് ക്ലിയറൻസ് കൊടുത്തുകൊണ്ടാണ്. ഓക്കെ. ഓപ്ഷൻ ഡി എക്സസീവ് ക്ലിയറൻസ്. ചില ആൻസേഴ്സൊക്കെ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു വെച്ചാണ്, കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ നിന്നൊരു 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ചിലപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ ഓപ്ഷൻ അവർ മാറ്റിയിടാം. ഈ ഓപ്ഷനിലുള്ള ഓരോ പോയിന്റും നമ്മൾ എന്താണെന്ന് നോക്കിയിട്ട് അതും കൂടെ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. വിച്ച് ഷിയറിംഗ് മെഷീൻ ഹാസ് അഡ്വാൻറ്റേജ് ഫോർ സിംഗിൾ ആൻഡ് കണ്ടിന്യൂസ് കട്ടിംഗ് ആക്ഷൻ? ഇതും ഷിയറിംഗ് മെഷീൻ എന്ന് പറയുന്നതാണ്. ആൻസർ പറഞ്ഞേക്കാം, ഗുലിറ്റോൺ ഷിയേഴ്സ് ആണ് ഇതിൻ്റെ ആൻസർ. സിംഗിൾ ആൻഡ് കണ്ടിന്യൂസ് കട്ടിംഗ് ആക്ഷൻ നൽകുന്ന ഷിയറിംഗ് മെഷീൻ. ഓക്കെ.
നമ്മൾ ആ ടോപ്പിക്കിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ബെൻഡിങ് മെഷീനെ കുറിച്ച് മാത്രം സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദ സ്റ്റീൽ പ്ലേറ്റ് ഹാവിംഗ് ലെങ്ത് ഓഫ് 200 mm, 2000 mm, width of 500 mm, thickness of 4 mm and density 7.85 gram per centimeter cube. ഇതെന്ന് പറയുന്ന ഒരു വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെന്ന് അറിയാം. ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിട്ടും. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇത് ഡെൻസിറ്റി തന്നിരിക്കുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിലും ഗ്രാമിലുമാണ്. അപ്പം നമുക്ക് മാസ് ഇപ്പം ഈ 2000 mm എന്നുള്ളത് അത് 200 സെൻറ്റിമീറ്റർ എന്നാക്കുക, 500-നെ 50 സെൻറ്റിമീറ്റർ, 4 mm-ന് 0.4 സെൻറ്റിമീറ്റർ. ഓക്കെ, ആ രീതിയിൽ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 31.4 kg കിട്ടും. ഇത് ഗ്രാമിലായിരിക്കും കിട്ടുന്നത്, അതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നെയിം ദ ടൂൾ യൂസ് ടു മേക്ക് ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റ് ഇൻ റിവറ്റിംഗ്. ഒരു ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻറ്റ് റിവറ്റിങ്ങിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഇത് റിവറ്റിംഗ് എന്ന് പറഞ്ഞാണ്. ജസ്റ്റ് ആൻസർ ഞാൻ പറഞ്ഞേക്കാം, ഫുള്ളറിങ് ടൂളാണ്. ഓക്കെ, കോക്കിംഗ് അല്ല, ഫുള്ളറിങ്. നെയിം ദ സിങ്ക് കോട്ടഡ് അയൺ. ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ ആ മെറ്റീരിയലിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. സിങ്ക് കോട്ടഡ് അയൺ ബ്ലാക്ക് അയൺ ആണോ, ടിൻഡ് അയൺ ആണോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, ഗാൽവനൈസ്ഡ് അയൺ ആണോ? സിങ്ക് കോട്ടഡ് അയൺ എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ ആണ്. ഓക്കെ, വിച്ച് സേഫ്റ്റി അപ്പാരൽ ഈസ് യൂസ് ടു വിയർ ഫോർ ഹാൻഡ്ലിങ് തിൻ ഷീറ്റ്. ഇപ്പോൾ ഒരു തിൻ ഷീറ്റ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ്പ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഏപ്രോൺ, ലെഗ് ഗാർഡ്സ്, ഹാൻഡ് ഗ്ലൗസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ഷീറ്റ് മെറ്റൽ ഹാസ് ബെറ്റർ അപ്പിയറൻസ് ദാൻ അതർ മെറ്റൽസ്. ബെറ്റർ അപ്പിയറൻസ് കൊടുക്കുന്ന ഷീറ്റ് മെറ്റൽ ഏതാണെന്നുള്ളത്. ബ്ലാക്ക് അയൺ ആണോ, അലൂമിനിയം ഷീറ്റ്, ലെഡ് ഷീറ്റ് ആണോ, കോപ്പർ ഷീറ്റ് ആണോ? ഇത് മൂന്നുമല്ല. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കോപ്പർ ഷീറ്റ് ആണ്. വിച്ച് ഷീറ്റ് മെറ്റൽ ഈസ് ഈസിയസ്റ്റ് ടു ജോയിൻറ്റ് ആൻഡ് സോൾഡർ. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സോൾഡറുമായിട്ട് ബന്ധമുള്ളതാണ്. ഓപ്ഷൻ എ ടിൻഡ് പ്ലേറ്റ് ആണോ, ലെഡ് ആണോ, ഗാൽവനൈസ്ഡ് അയൺ ആണോ, സ്റ്റെയിൻലെസ് ഷീറ്റ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടിൻഡ് പ്ലേറ്റ് ആണ്. വൈ ആസിഡ് ടാങ്ക്സ് ആർ മെയ്ഡ് ബൈ ലെഡ് ഷീറ്റ്. ഇത് ചിലപ്പം ഈ ക്വസ്റ്റ്യൻ ആസിഡ് ടാങ്ക്സ് മെയ്ഡ് ചെയ്യുന്നത് ഏത് ഷീറ്റ് വെച്ചാണെന്ന് ചോദിക്കാം. ലെഡ് ഷീറ്റാണ്. ഓക്കെ, അതിന് കാരണം എന്താണ്? പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് കൊറോസീവ്, പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഓക്സിഡേഷൻ, ഹൈലി റെസിസ്റ്റൻറ്റ് ടു അബ്രേഷൻ, ക്യാൻ ബി വെൽഡഡ് ഈസിലി. വെൽഡഡ് അല്ല, അബ്രേഷൻ അല്ല, ഓക്സിഡേഷൻ അല്ല. ഇത് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യും. പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് കൊറോസീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നോച്ച് ഈസ് കട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree ടു ദ കോർണർ ഓഫ് ദ ഷീറ്റ് മെറ്റൽ. അപ്പോൾ ഒരു നോച്ച് കട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, 45 degree ആംഗിൾ. അതിൻ്റെ ആൻസർ പറഞ്ഞേക്കാം സ്ലാൻഡ് നോച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതേപോലെയൊക്കെ പഠിച്ചു വെച്ചേക്കുക. ചിലപ്പം ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചാൽ തന്നെ നമ്മൾ പെടരുത്. വിച്ച് നോച്ച് ഈസ് കട്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree ടു ദ കോർണർ ഓഫ് ദ ഷീറ്റ് മെറ്റൽ. സ്ലാൻഡ് നോച്ച് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ടിൻമാൻസ് എൽ സ്ക്വയർ ഇൻ ഷീറ്റ് മെറ്റൽ. ഇപ്പോൾ ടിൻമാൻസ് എൽ സ്ക്വയർ നമ്മുടെ ട്രൈ സ്ക്വയർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലെത്താം. കോൺസെൻട്രിസിറ്റി ചെക്ക് ചെയ്യാനാണോ? സിലിണ്ടറിസിറ്റി അല്ല. ആംഗുലാരിറ്റി ചെക്ക് ചെയ്യാനാണോ? അല്ല. പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെഷറിംഗ് ടൂൾ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്. ഇപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെഷറിംഗ് ടൂളിൻ്റെ പേരെന്താണ്? ടെംപ്ലേറ്റ് ആണോ? അല്ല. റേഡിയസ് ഗേജ് ആണോ? അല്ല. ഫീലർ ഗേജ് ആണോ? അല്ല. ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ്. എൻ്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോകുന്നുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ സീം യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ് ഫോർ റൂഫിംഗ് ആൻഡ് പാനലിംഗ്. അപ്പോൾ ഇത് നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ് പഠിച്ചപ്പം ഇതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റൂഫിംഗ് ആൻഡ് പാനലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സീം ലാപ്പ് സീം ആണോ, ഡബിൾ സീം, ഗ്രൂഡ് സീം, ഡബിൾ ഗ്രൂഡ് സീം? ഓപ്ഷൻ ഡി ഡബിൾ ഗ്രൂഡ് സീം ആണ് റൂഫിംഗ് ആൻഡ് പാനലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഹൗ ദ പ്രോബ്ലം ഓഫ് വർക്ക് ഹാർഡ്നെസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോൾഡ് റോൾഡ് ഷീറ്റ് ഇസ് ഡിക്രീസ്ഡ്. അപ്പോൾ ഈ കോൾഡ് റോൾഡ് ഷീറ്റിൽ വർക്ക് ഹാർഡ്നെസ് എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യിക്കുന്നത്? ഓക്കെ, കൊഞ്ചിങ് പ്രോസസ്സ് ചെയ്തിട്ടാണോ,
ബൈ ടെമ്പറിങ് പ്രോസസ്സാണോ, ബൈ അനിലിംഗ് പ്രോസസ്സാണോ, ബൈ ഹാർഡനിങ് പ്രോസസ്സാണോ? നമ്മൾ CRC എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കോൾഡ് റോൾഡ് ക്ലോസ് അനിൽഡ് ഷീറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബൈ അനിലിംഗ് പ്രോസസ്, ഓപ്ഷൻ സി അനിലിംഗ് പ്രോസസ്സാണ്. ഓക്കെ. ഹൗ ടു റെക്ടിഫൈ ദ റിങ്കിൾസ് ഫോംഡ് അറ്റ് ദ ഹെംഡ് എഡ്ജസ് ഇൻ ഷീറ്റ് മെറ്റൽ. ഇപ്പം നമ്മളവിടെ അലവൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെംഡ് എഡ്ജസിൽ റിങ്കിൾസ് ഫോം ചെയ്യുന്നതിന് റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അലവൻസ് വിൽ ബി 1 to 2 times the thickness. 1 to 2 times the thickness കൊടുത്താൽ മതിയോ? അലവൻസ് വിൽ നോട്ട് പ്രൊവൈഡ്. ഓക്കെ, അത് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തോളാം. അലവൻസ് വിൽ ബി 3 to 4 times the width. വിഡ്ത്തുമായിട്ടാണോ അലവൻസ് ബന്ധം? അല്ല. അലവൻസ് വിൽ ബി 3 to 4 times the thickness. ആൻസർ എന്ന് പറയുന്നത് അലവൻസ് വിൽ ബി 3 to 4 times the thickness ആണ് ആൻസർ. വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ സൈസ് അക്രോസ് ഫ്ലാറ്റ് ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്ന പോളിഗണിൻ്റെ ഒരു ഏരിയയിൽ വരുന്നത് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും ഇതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. √3 ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്റ്റേക്ക്? ഇപ്പോൾ നമ്മൾ സ്റ്റേക്കിൻ്റെ പേരൊക്കെ ആ ഫിഗർ സഹിതം പഠിച്ചിട്ടുണ്ട്. സ്റ്റേക്കിനെ കുറിച്ച് ഹോഴ്സ് ആണോ, ബിഗ് കൈൻ ആണോ, ഫണൽ സ്റ്റേക്ക് ആണോ? ഫണൽ സ്റ്റേക്ക് ആണ്. ഓക്കെ. വേർ ദ സ്പിരിറ്റ് ലെവൽ ഈസ് അറ്റാച്ച്ഡ് ഇൻ കോമ്പിനേഷൻ സെറ്റ്. അപ്പോൾ ഈ ഹാൻഡ് ടൂൾസിൽ കോമ്പിനേഷൻ സെറ്റും ഷീറ്റ് മെറ്റലിൽ വരാറുണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കോമ്പിനേഷൻ സെറ്റിനെ കുറിച്ച് ഷീറ്റ് മെറ്റൽ ടോപ്പിക്കിൽ പറയാതിരുന്നത്. ഓക്കെ. കോമ്പിനേഷൻ സെറ്റിൽ ആ സ്പിരിറ്റ് ലെവൽ എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. പ്രൊട്രാക്ടർ ഹെഡ് ആണോ, സെൻറ്റർ ഹെഡ് ആണോ, റൂളറിലാണോ, ബ്ലേഡിലാണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പ്രൊട്രാക്ടർ ഹെഡിലാണ് സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ജോയിൻറ്റ് ഇൻ ഷീറ്റ്? അപ്പോൾ ഈ കാണുന്ന ആ ജോയിൻറ്റിൻ്റെ പേരെന്താണ്? ഗ്രൂവ്ഡ് ജോയിൻ്റ് ആണോ? ഗ്രൂവ്ഡ് ജോയിൻറ്റ്. ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടക്കമ്പിയാണ് എന്ന് ഓർക്കുക. ഓക്കെ. ഇങ്ങനെ ഒരു കുടക്കമ്പിയും ഇങ്ങനെ ഒരു കുടക്കമ്പിയും കാണും. പിന്നെ പാൻ ഡൗൺ ജോയിൻറ്റ്. പാൻ ഡൗൺ ജോയിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫ്ലാഞ്ചസ് കാണും, അതിൻ്റെ അകത്ത് ഒരു സാധനം ഇറക്കി വെച്ചിട്ട് ഒരു തവണ ബീഡ് ചെയ്യുന്നതാണ്. നോക്ക്ഡ് അപ്പ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് 2 തവണ ബീഡ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡബിൾ ഗ്രൂവ്ഡ് ജോയിൻ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗ്രൂവർ ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഒരു ഗ്രൂവർ ഷീറ്റ് മെറ്റലിൽ അതിൻ്റെ യൂസ് എന്താണ്? സീം റിലീസ് ചെയ്യാനാണോ, കംപ്രസ് ചെയ്യാനാണോ, സീമിനെ ക്ലോസ് ചെയ്യാനാണോ, സ്ട്രെസ് റിലീവിങ് ഡ്യൂറിങ് സീം ഓപ്പറേഷൻ? ക്ലോസിങ് ആൻഡ് ലോക്കിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ആണ്. കംപ്രസ് കയറി കൺഫ്യൂഷൻ ആവരുത്, ക്ലോസിങ് ഓഫ് സീം ആണ്. ഓക്കെ. വിച്ച് ഡിഫക്റ്റ് ഇൻ ഷീറ്റ് മെറ്റൽ ക്യാൻ ബി ഒക്കേർഡ് ഇഫ് ദ ബോട്ടം റൗണ്ട് സ്റ്റേക്ക് ഇസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആൻഡ് വിത്തൗട്ട് ചാംഫർ? ഈ ബോട്ടം റൗണ്ട് സ്റ്റേക്ക് എന്ന് പറയുന്നത് അവിടെ ചാംഫർ കൊടുക്കാതെ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ഡിഫക്റ്റ് ആയിരിക്കും ആ ഷീറ്റ് മെറ്റലിന് ഉണ്ടാകുന്നത് എന്നുള്ളത്. സ്പ്രിംഗ് ബാക്ക് ആൻഡ് റിംഗ്ലിംഗ്. സ്പ്രിംഗ് ബാക്ക് എന്ന് പറയുന്നത് ആണോ? അല്ല. എക്സസീവ് തിക്കനിങ് ആവോ? അല്ല. എക്സസീവ് തിന്നിങ് ആവോ? അല്ല. ഓപ്ഷൻ സി ക്രാക്കിംഗ് ആൻഡ് ടിയറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഹൗ മെനി ബേസിക് കാറ്റഗറീസ് ഓഫ് സേഫ്റ്റി സൈൻസ് ആർ അവൈലബിൾ? സേഫ്റ്റി എന്നുള്ള ക്വസ്റ്റ്യനാണ് ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. അത് പ്രൊഹിബിഷൻ സൈൻ, മാൻഡേറ്ററി സൈൻ, അങ്ങനെ 4 സൈൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സേഫ്റ്റിയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബെൻഡ് സ്നിപ്സ്? അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് സ്നിപ്സും ബെൻഡ് സ്നിപ്പും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഗ്രൂ കട്ട് ചെയ്യാനാണോ, സിക്സാഗ് കട്ടിനാണോ, സ്ട്രൈറ്റ് കട്ടിനാണോ, സർക്കുലർ കട്ടിനാണോ? സ്ട്രൈറ്റ് സ്നിപ്പ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് കട്ടിനാണ്. ബെൻഡ് സ്നിപ്പ് എന്ന് പറയുന്നത് സർക്കുലർ കട്ടിനാണ്. ഓക്കെ. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ എറേഴ്സ് അറൈസിങ് ഔട്ട് ഓഫ് പാരലാക്സ് വൈൽ യൂസിങ് സ്റ്റീൽ റൂൾ? അപ്പോൾ സ്റ്റീൽ റൂളും നമ്മുടെ ഷീറ്റ് മെറ്റലിലെ ഹാൻഡ് ടൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ റൂൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയാതിരുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അവിടെ എറേഴ്സ് ഉണ്ടാകുന്നത്? പ്ലേസ് ഐ ഓൺ ദ ജോബ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റീൽ റൂൾ, അതാണോ? പ്ലേസ് ഐ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ടു സ്റ്റീൽ, പ്ലേസ് ഐ വെർട്ടിക്കലി അബോവ് സ്റ്റീൽ റൂൾ, പ്ലേസ് ഐ ഹൊറിസോണ്ടലി ടു ദ സ്റ്റീൽ റൂൾ. അപ്പോൾ നമ്മൾ ആ പാരലാക്സ് എറർ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെർട്ടിക്കലി ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. പ്ലേസ് ഐ വെർട്ടിക്കലി അബോവ് സ്റ്റീൽ റൂൾ. വാട്ട് ടൈപ്പ് ഓഫ് മാലറ്റ് യൂസ്ഡ് ഫോർ ഹോളോയിങ് പാനൽ ബീറ്റിംഗ്? നമ്മളിത് അതേപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഹോളോയിങ് പാനൽ ബീറ്റിംഗ്, തൊപ്പി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ബ്രാസ് മാലറ്റ് ആണോ,
റബ്ബർ മാലറ്റ് ആണോ, വുഡൻ മാലറ്റ് ആണോ, ബോസിംഗ് മാലറ്റ് ആണോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബോസിംഗ് മാലറ്റ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് വിങ് കോമ്പസ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്സ്? ഒരു വിങ് കോമ്പസ് ഷീറ്റ് മെറ്റൽ വർക്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഷീറ്റ് മെറ്റൽ വരാൻ നേരത്ത് ഈ കോമ്പസും ഡിവൈഡറിൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട, നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലോട്ട് എത്തുക എന്നുള്ളത്. ഒന്ന്, ഷീറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിങ് കോമ്പസ് യൂസ് ചെയ്യുമോ? ഇല്ല. സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ്, പാരലൽ ലൈൻസ് വരയ്ക്കാനായിട്ട് കോമ്പസ് യൂസ് ചെയ്യുമോ? പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനായിട്ട്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. നെയിം ദ ജോയിൻറ്റ് മെയ്ഡ് ബൈ ഫാസ്റ്റനിങ് 2 edges ഓഫ് ഷീറ്റ് മെറ്റൽ ടുഗദർ. ഇപ്പോൾ 2 എഡ്ജസ് ഷീറ്റ് മെറ്റലിൻ്റെ ഫാസ്റ്റൻ ചെയ്യുന്ന ആ ജോയിൻറ്റിനെ പറയുന്ന പേരെന്താണ്? ഹെം എന്നാണോ? ഹെം എന്ന് വെച്ചാൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. സീമാണോ, നോച്ചാണോ, ഗ്രൂവ് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സീമാണ്. ജോയിൻറ്റിനെ ഷീറ്റ് മെറ്റലിൽ പറയുന്ന പേര് സീം എന്നാണ്. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ടൂൾ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ആ ഫിഗറിൽ ആൻസർ എന്ന് പറയുന്നത് ട്രാമലാണ്. ഓക്കെ. കൺഫ്യൂഷൻ വരാൻ പോണേ വിങ് കോമ്പസിലായിരിക്കും. വിങ് കോമ്പസിലൊരു വിങ് നെറ്റ് ഉണ്ടെന്ന് ഉള്ള കാര്യം ഓർക്കുക. ഓക്കെ. വിങ് നെറ്റ് ഉണ്ടെന്ന് ഓർത്താൽ മതി. വിങ് കോമ്പസ്. വാട്ട് ഈസ് ദ റീഡിങ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ? സ്റ്റീൽ റൂളിൻ്റെ റീഡിങ് ആക്യുറസി എന്ന് പറയുന്നത് 0.5 mm ആണ്. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വാല്യൂ മാറിപ്പോകത്തില്ല. ഓക്കെ. ഇഞ്ചിൽ പറയുമ്പോൾ 1/64 inch. വിച്ച് മെറ്റൽ ഈസ് യൂസ് ടു മേക്ക് റേഡിയസ് ഗേജ്? റേഡിയസ് ഗേജ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. കോപ്പർ ഷീറ്റ്, അലൂമിനിയം, ഹാർഡൻഡ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ. ഹാർഡൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ് റേഡിയസ് ഗേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൗ ദ പ്രോബ്ലം ഓഫ് ഡിവൈഡർ പോയിന്റ്സ് ഗെറ്റിംഗ് സോഫ്റ്റർ ഡ്യൂ ടു ഷാർപ്പനിങ് ബൈ ഗ്രൈൻഡിങ് വീൽ വിൽ ബി റെക്ടിഫൈഡ്? ഇപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് ഷാർപ്പനിങ് ബൈ റബ്ബിങ് ഓൺ ദ ഫ്ലോർ. ആ ഡിവൈഡർ പോയിന്റ് നമ്മൾ ഫ്ലോറിൽ ഇറക്കും ഷാർപ്പൻ ചെയ്യാനായിട്ട്. തെറ്റാണ്. ഷാർപ്പനിങ് വിത്ത് ആൻ ഓയിൽ സ്റ്റോൺ. അവിടെ നിൽക്കട്ടെ. ഷാർപ്പനിങ് യൂസിങ് റഫ് എവരി ഷീറ്റ്. ഷാർപ്പനിങ് ബൈ യൂസിങ് ഫയൽ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഷാർപ്പനിങ് ബൈ വിത്ത് ആൻ ഓയിൽ സ്റ്റോൺ. ഓക്കെ. ഡിവൈഡർ പോയിന്റിൻ്റെ സോഫ്റ്റ്നെസ്. Which stake is used to form an arc of a circle beveled along one side? Arc of a circle beveled along one side. ആൻസർ എല്ലാവർക്കും മനസ്സിലായി കാണും. അത് ഹാഫ് മൂൺ സ്റ്റേക്ക് ആണ്. വാട്ട് ഈസ് ദ കോസ് ഓഫ് യൂസിങ് മാലറ്റ് ആസ് എ ഹാമർ ഫോർ ഡൂയിങ് ചിപ്പിംഗ് ആൻഡ് ടു ഡ്രൈവ് നെയിൽസ്? ഇപ്പോൾ നമ്മളൊരു മാലറ്റ് ഹാമർ പോലെ ചിപ്പ് ചെയ്യാനും നെയിൽസ് അത് ആണി പറിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ആണി അടിച്ച് കയറ്റാനൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഗീവ് ഗുഡ് സ്ട്രൈക്കിംഗ് ആൻഡ് ബെറ്റർ ഗ്രിപ്പ്. മാലറ്റ് എന്ന് പറയുന്ന വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗുഡ് സ്ട്രൈക്കിംഗ് ബെറ്റർ ഗ്രിപ്പ് കിട്ടുമോ? ഇല്ല. മാലറ്റ് ഫേസ് ഡാമേജ്ഡ് ആൻഡ് ബ്രേക്ക്. ഗീവ് ഗുഡ് ചിപ്പിംഗ് ആൻഡ് ഡ്രൈവിംഗ് എഫക്റ്റ്. വർക്ക് പീസ് ഡാമേജ്ഡ് ആൻഡ് ബ്രേക്ക്. വർക്ക് പീസ് ഡാമേജ് ആകത്തില്ല, മാലറ്റ് ഫേസ് ഡാമേജ് ആവും, ബ്രേക്ക് ആവും. ഓക്കെ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൂൾ യൂസ്ഡ് ടു കട്ട് തിക്കർ ഷീറ്റ്സ്? ഇപ്പോൾ ഒരു തിക്കർ ഷീറ്റിന് തിന്നറായിട്ടുള്ള ഷീറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് സ്നിപ്സ് യൂസ് ചെയ്യാം. ഓക്കെ. തിക്കറായിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലിവർ ഷീവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ട ഫിഗറിൽ. വിച്ച് ഷീറ്റ് മെറ്റൽ വിത്ത്സ്റ്റാൻഡ് കോണ്ടാക്ട് വിത്ത് വാട്ടർ ആൻഡ് എക്സ്പോഷർ ടു വെതർ? അപ്പോൾ ഇത് ആ ഷീറ്റ് മെറ്റലിൻ്റെ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആൻസറിലേക്ക് പോയേക്കാം. നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന വരുന്നു ഗാൽവനൈസ്ഡ് ആണ്. നെയിം ദ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഫിഗറോടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രൂവിങ്, നോച്ചിങ്, ബെൻഡിങ്, ഫോൾഡിങ് എന്ന് പറയുന്നൊരു ഗ്രൂവറാണ്. ഗ്രൂവിങ് ഓപ്പറേഷനാണ് ആ കാണുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സപ്പോർട്ടിംഗ് ടൂൾ ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? അപ്പോൾ ആ ഷീറ്റ് മെറ്റൽ വർക്കിൽ ആ സപ്പോർട്ടിംഗ് ടൂളിൻ്റെ പേരെന്താണ്? ഹാച്ചറ്റ് സ്റ്റേക്ക് ആണോ, ഫണൽ സ്റ്റേക്ക് ആണോ, ഹാഫ് മൂൺ സ്റ്റേക്ക് ആണോ, റൗണ്ട് ബോട്ടം സ്റ്റേക്ക് ആണോ? എൻ്റെ ആൻസർ എന്ന് പറയുന്നത് റൗണ്ട് ബോട്ടം സ്റ്റേക്ക് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സപ്പോർട്ടിംഗ് ടൂൾ? അപ്പോൾ ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഹാഫ് മൂൺ സ്റ്റേക്ക് ആണ്. വിച്ച് ഹാമർ ഈസ് സ്യൂട്ടബിൾ ഫോർ റിവെറ്റിംഗ്? റിവെറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് MCQ നമുക്ക് നോക്കാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഫൈനൽ റിവിഷൻസിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ.